Dear students, have a nice time. Today we start the portions of second semester of BSc Mathematics. Name of the paper is Calculus of Single Variable 1. In this paper, actually we study the properties of functions in a detailed way. Our prescribed textbook is Calculus written by Sue T. Tan. And in the first module, we have 7 sections to cover. And we start with the first section, point 2, which is named as functions and their graphs. ഫങ്ഷൻസ് എന്ന കോൺസെപ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇതുപോലുള്ള ഫങ്ഷൻസ് നിങ്ങൾ പലപ്പോഴും മുമ്പ് പഠിച്ചിട്ടുള്ള പല ക്ലാസ്സുകളിലും ഇതുപോലുള്ള ഫങ്ഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് എക്സ്, എക്സ് ലെസ് ദാൻ 0 ആൻഡ് റൂട്ട് എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ തന്നിരിക്കുന്നത് ഒരു ഫങ്ഷൻ്റെ എക്സാമ്പിളാണ്. സോ വി സ്റ്റാർട്ട് വിത്ത് എ ഡെഫിനിഷൻ ഓഫ് എ ഫങ്ഷൻ. ഫങ്ഷൻസ് എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിനായിരിക്കും? നമ്മൾ സാധാരണയായി ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ക്വാണ്ടിറ്റീസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മറ്റ് ചില ക്വാണ്ടിറ്റീസുമായി കണക്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാനാവും. ഫോർ എക്സാമ്പിൾ, ഒരു വാഹനം സഞ്ചരിക്കുകയാണ്. വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അത് കവർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം കുറയുന്നു. അതുപോലെ ഒരു സർക്കിളിൻ്റെ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഏരിയ കൂടുന്നു, അല്ലെങ്കിൽ റേഡിയസ് കുറയുന്നതിനനുസരിച്ച് ഏരിയ കുറയുന്നു. ഒരു ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇടുകയാണെന്ന് വിചാരിക്കാം. ആ ഹൈറ്റ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ആ കല്ല് താഴേക്ക്, അതിന് ഒബ്ജക്റ്റ് കല്ലാണെങ്കിൽ അത് താഴേക്ക് എത്താൻ എടുക്കുന്ന സമയം വ്യത്യാസപ്പെടുന്നു. ഒരു കെമിക്കൽ റിയാക്ഷനിൽ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്യുന്ന സബ്ട്രാക്റ്റിൻ്റെ എമൗണ്ട് എത്രയാണോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ്, ഇനീഷ്യൽ സ്പീഡിൽ വ്യത്യാസം വരുന്നു. ഇതുപോലെ പല ക്വാണ്ടിറ്റീസും മറ്റു ചിലതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനാവും. അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് സ്റ്റഡി നടത്താനായി നമ്മൾ കണ്ടുപിടിച്ചൊരു കോൺസെപ്റ്റാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് എ ഫങ്ഷൻ? A function f from a set A to a set B is a rule that assigns to each element in X in capital A one and only one element Y in B. നമുക്ക് രണ്ട് സെറ്റ്സ് ആണുള്ളത്, എ ബി എന്ന രണ്ട് സെറ്റ്സ്. എയിൽ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് എക്സ് എന്ന ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ എക്സിന് ബിയിലുള്ള ഒരു പർട്ടിക്കുലർ എലമെൻറ്റ്, ആ എലമെൻറ്റിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. എഫ് ഓഫ് എക്സ് എന്ന ബിയിലുള്ള ഒരു പർട്ടിക്കുലർ എലമെൻറ്റിലേക്ക് നമ്മൾ മാപ്പിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ എഫ് ഓഫ് എക്സിന് എനിക്ക് വേണമെങ്കിൽ വൈ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയാം. സോ ഹിയർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ റൂൾ. ഇവിടെ എക്സ് എന്ന എലമെൻറ്റ് ബിയിലുള്ള ഏത് വൈയിലേക്കാണ് മാപ്പ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു റൂളാണ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എയിലുള്ള ഒരു എലമെൻ്റ് എടുത്താൽ അത് തീർച്ചയായും ബിയിലുള്ള ഒരു എലമെൻറ്റിലേക്ക് ഈ റൂള് പ്രകാരം, എഫ് എന്ന റൂള് പ്രകാരം നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റിയിരിക്കണം. കൂടാതെ എക്സിന് ഒന്നിലധികം എലമെൻറ്റ്സിലേക്ക് മാപ്പ് ചെയ്യാൻ പാടില്ല. അതായത് ബിയിലുള്ള രണ്ട് എലമെൻറ്റ് വൈ സെറ്റ്, ഇങ്ങനെ രണ്ട് എലമെൻറ്റ്സ് എടുത്തിട്ട് എക്സിനെ വൈയിലേക്കും എക്സിനെ സെറ്റിലേക്കും മാപ്പ് ചെയ്യാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എക്സാക്റ്റ്ലി ഒരു എലമെൻറ്റിലേക്ക് മാത്രമേ എക്സിനെ മാപ്പ് ചെയ്യാൻ പാടുള്ളൂ. അത്തരം ഒരു റൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ. എന്തിനായിരിക്കും ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ അത്തരം ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തത്? എക്സിന് ഒരു എലമെൻറ്റിലേക്ക് മാത്രമേ മാപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത് എന്തിനായിരിക്കും? നമ്മൾ ആലോചിച്ചാൽ അറിയാം, ഒരു സർക്കിളിൻ്റെ റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ റേഡിയസ് എടുത്താൽ ആ സർക്കിളിന് ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമേ വരാൻ പാടുള്ളൂ. ഒരു പർട്ടിക്കുലർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിന് ഒന്നിലധികം ഏരിയാസ് വരില്ല. ഒരു കടയിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്തു എന്ന് വിചാരിക്കാം. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ കടയിലുള്ള ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ വില മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സാധനത്തിന് ഒന്നിലധികം വാല്യൂസ് ഉണ്ടാവില്ല. ഹെൻസ് ഇഫ് യു ടേക്ക് എനി എലമെൻറ്റ് എക്സ് ഇൻ ക്യാപിറ്റൽ എ, ദർ ഷുഡ് ബി എൻ എലമെൻറ്റ് വൈ ഇൻ ബി സച്ച് ദാറ്റ് എക്സ് ഇസ് അസൈൻഡ് ടു വൈ, ആൻഡ് ദർ ഷുഡ് ബി വൺ ആൻഡ് ഓൺലി വൺ എലമെൻറ്റ് ഇൻ വൈ സച്ച് ദാറ്റ് എക്സ് അസൈൻസ് ടു വൈ. That's a definition of a function from a set A to a set B, which is a rule that assigns to each element x in A one and only one element y in B. ഇത്തരത്തിൽ എഫ് എന്ന ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്താൽ എ എന്ന സെറ്റിനെ നമ്മൾ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് എ ഡൊമെയിൻ ഓഫ് എഫ് വിച്ച് ഇസ് എ സെറ്റ് എ. എയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും കറസ്പോണ്ടിങ്
ഒരു ഇമേജ് ബിയിൽ ഉണ്ടാവണം എന്നാണ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞത്. സോ ഈ എയിലുള്ള മൊത്തം എലമെൻസിൻ്റെ കളക്ഷനാണ് ഡൊമെയിൻ ഓഫ് എഫ്. ഇനി ബിയിലുള്ള ഒരു എലമെൻ്റ് എടുത്തു. ആ എലമെൻറ്റ് എക്സ് അസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള എലമെൻ്റ് ആവണം എന്ന് നിർബന്ധമില്ല. അത്തരത്തിലുള്ള എലമെൻസിൻ്റെ കളക്ഷൻ, അതായത് എഫ് ഓഫ് എക്സ് ഫോമിലുള്ള എലമെൻറ്റ്സ് ബിയിലുണ്ടെങ്കിൽ ആ എലമെൻസിൻ്റെ കളക്ഷനെ നമ്മൾ റേഞ്ച് ഓഫ് എഫ് എന്ന് വിളിക്കുന്നു. That is set of all f of x belong to B such that x belong to A. x എയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് നമുക്ക് ബിയിൽ ലഭിക്കും. അതുപോലെയുള്ള എഫ് ഓഫ് എക്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ റേഞ്ച് ഓഫ് എഫ് എന്ന് വിളിക്കുന്നത്. ഈ റേഞ്ച് ഓഫ് എഫ് എല്ലായ്പ്പോഴും ബി എന്ന സെറ്റിന് ഈക്വൽ ആവണം എന്ന് നിർബന്ധമില്ല. ബിയിലുള്ള എല്ലാ എലമെൻസും എഫ് ഓഫ് എക്സ് ഫോമിലുള്ള എലമെൻറ്റ്സ് ആവണമെന്നില്ല. അതായത് ബിയിലുള്ള ഒരു എലമെൻറ്റ്, ആർബിട്രറി എലമെൻറ്റ് നമ്മൾ വൈ എടുത്തു കഴിഞ്ഞാൽ ആ വൈയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് എയിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. എയിലുള്ള എലമെൻറ്റ്സ് മാപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ റേഞ്ച് ഓഫ് എഫ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് എ ബി, രണ്ട് സെറ്റ്സും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിനിൽ, അതായത് നമ്മൾ എടുക്കുന്ന എഫ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡൊമെയിൻ വാല്യൂസ് എല്ലാം തന്നെ റിയൽ നമ്പേഴ്സ് ആണ്. നമുക്ക് എഫിൻ്റെ വാല്യൂ ആയിട്ട് ലഭിക്കുന്ന എലമെൻസും റിയൽ നമ്പേഴ്സ് തന്നെയാണ്. ഇൻ സച്ച് എ സിറ്റുവേഷൻ വി കോൾ ദ ഫംഗ്ഷൻ എഫ് ആസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ റിയൽ വേരിയബിൾ. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റിയൽ വേരിയബിൾസ് ആണ്. ആ വേരിയബിൾസിൻ്റെ എഫിലുള്ള വാല്യൂസ് ആയിട്ട് ലഭിക്കുന്നതും റിയൽ വാല്യൂസ് ആണ്. അതുകൊണ്ട് സച്ച് എ ഫംഗ്ഷൻ എഫ് ഇസ് കോൾഡ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ റിയൽ വേരിയബിൾ ഇഫ് ബോത്ത് ദ സെറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. എങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാം? 3 വ്യത്യസ്ത വിധത്തിൽ ഒരു ഫംഗ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരു വേ എന്ന് പറയുന്നത് ഇത്തരത്തിൽ y ഈക്വൽ ടു റൂട്ട് എക്സ് ഫോമിൽ ഒരു ഫംഗ്ഷനെ നമ്മൾ ഫോമുല പ്രകാരം പറയുന്നു. y ഈക്വൽ ടു റൂട്ട് എക്സ് എന്നൊരു ഫംഗ്ഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വൈക്ക് ഒരു വാല്യൂ ലഭിക്കണം. എക്സാക്റ്റ്ലി ഒരു വാല്യൂ മാത്രമേ ലഭിക്കാൻ പാടുള്ളൂ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സിന് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വാല്യൂവും കൊടുക്കാൻ പറ്റില്ല. കാരണം റൂട്ട് ഓഫ് എക്സ് എന്നാണ് ഇവിടെ ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. സ്ക്വയർ റൂട്ടിൽ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്, എക്സ് ഷുഡ് ബി പോസിറ്റീവ് ഓർ 0 ഇൻക്ലൂഡിങ് 0 ടു ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് ഇവിടെ എക്സിന് കൊടുത്താൽ മാത്രമേ കറസ്പോണ്ടിംഗ്ലി നമുക്കൊരു വൈ വാല്യൂ ഡിഫൈൻ ചെയ്ത് കിട്ടുള്ളൂ. സോ ഹിയർ വി മേ സേ ദാറ്റ് ദ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ y ഈക്വൽ ടു റൂട്ട് എക്സ് ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇൻക്ലൂഡിങ് 0 ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇൻഫിനിറ്റി വരെയുള്ള ഏത് റിയൽ നമ്പർ കൊടുത്താലും എക്സിന് കൊടുത്താലും കറസ്പോണ്ടിംഗ്ലി നിങ്ങൾക്ക് വൈ വാല്യൂ ലഭിക്കും. സോ ദിസ് ഇസ് എ ഫംഗ്ഷൻ വിത്ത് ഡൊമെയിൻ 0 ഇൻഫിനിറ്റി. വാട്ട് വിൽ ബി ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ? സ്ക്വയർ റൂട്ട് ഓഫ് എ പോസിറ്റീവ് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കുന്നതും ഇത്തരത്തിൽ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആയിരിക്കും. സോ ദ റേഞ്ച് ഇസ് ഓൾസോ ക്ലോസ് ടു 0, ഓപ്പൺ ഇൻഫിനിറ്റി. സോ ഇത്തരത്തിൽ നമ്മളൊരു ഫോമുലയായിട്ട് ഫംഗ്ഷൻ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി മറ്റൊരു വിധം എന്ന് പറയുന്നത് ടാബുലർ വാല്യൂ ആയിട്ട് കൊടുക്കലാണ്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡൊമെയിനായിട്ട് ഞാൻ പറയുന്നത് ഡി ഈക്വൽ ടു സെറ്റ് 0, 1, 2, 3 ആണെന്ന് വിചാരിക്കാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഗെയിൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. സോ ഇവിടെ എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എന്നൊരു ടേബിളായിട്ട് നമ്മൾ കാണിക്കുകയാണെന്ന് വിചാരിക്കാം. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് റൂട്ട് 0 ഇറ്റ് ഇസ് 0. എക്സിന് 1 കൊടുത്താൽ എഫ് ഓഫ് എക്സ് 1 ആണ്. എക്സ് 2 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് റൂട്ട് 2 ആണ്. എക്സ് 3 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് റൂട്ട് 3 ആണ്. സോ ഇതുപോലെ ടാബുലർ ഫോമിൽ നമുക്കൊരു ഫംഗ്ഷനെ സൂചിപ്പിക്കാം. പക്ഷേ ഈ ഫോമിൽ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റണമെങ്കിൽ ഡൊമെയിനിലുള്ള എലമെൻസിൻ്റെ എണ്ണം കുറവായിരിക്കണം. ഇൻഫിനിറ്റ്ലി മെനി എലമെൻറ്റ്സ് ഒക്കെ ഉള്ള ഡൊമെയിനുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ടാബുലർ ഫോമിൽ സൂചിപ്പിക്കൽ പോസിബിൾ അല്ല. സോ ദിസ് ഇസ് എ സെക്കൻഡ് മെത്തേഡ് ഓഫ് ഡിസ്ക്രൈബിംഗ് എ ഫംഗ്ഷൻ. ആൻഡ് അനദർ മെത്തേഡ് ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അതായത് ഒരു ഗ്രാഫിൽ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസിലും വരയ്ക്കുന്നു. അതിൽ എക്സ് ആക്സിസ് നമ്മൾ എക്സ് വാല്യൂസ് ആണ് സൂചിപ്പിക്കുന്നത്, വൈ ആക്സിസിൽ എഫ് ഓഫ് എക്സ് വാല്യൂസ് ആണ് സൂചിപ്പിക്കുന്നത്. സോ ഈ വരച്ചിരിക്കുന്ന ഗ്രാഫ് പ്രകാരം എക്സ് 1 ആവുന്ന സമയത്ത് വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് അറിയണമെങ്കിൽ ഈ 1ൽ നിന്ന് നമ്മൾ ഈ ഗ്രാഫിലേക്ക്
ഇത്തരത്തിൽ ഒരു പെർപെൻഡിക്കുലർ ലൈന് വരയ്ക്കുന്നു. അതായത് പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആണ് വരയ്ക്കുന്നത്. വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈന് വരയ്ക്കുന്നു. വാട്ട് വിത്ത് ദ ലെങ്ത് ഓഫ് ദിസ് ലൈൻ? ആ ലൈനിലെ ലെങ്ത് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിങ്ങനെ എക്സ് ആക്സിസിലേക്ക് വൈ ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ലൈനിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഡിസ്റ്റൻസ് ലൈനിൻ്റെ ഡിസ്റ്റൻസ് ലെങ്ത് അറിയണമെങ്കിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിയാൽ മതി. സോ ഇറ്റ് ഈസ് ആക്ച്വലി 2.25. ഓക്കെ, സോ എക്സ് 1 ആവുന്ന സമയത്ത് വൈയുടെ വാല്യൂ ഇവിടെ വരുന്നത് 2.25 സംതിങ് ആണ്. എക്സ് 0 ആവുന്ന സമയത്ത് വൈയുടെ വാല്യൂ അറിയണമെങ്കിൽ ഈ 0 എന്ന പോയിന്റിൽ നിന്ന് നമ്മൾ ഗ്രാഫ് ടച്ച് ചെയ്യുന്നത് വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. സോ ഗ്രാഫ് ടച്ച് ചെയ്യുന്നത് ഇവിടെയാണ്. സോ വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദിസ് ലൈൻ? ദിസ് ലൈൻ ഇസ് ഹാവിംഗ് ലെങ്ത് 3. ഓക്കെ, സോ വെൻ എക്സ് ഈക്വൽ 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3. സോ ഇത്തരത്തിൽ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടും ഒരു ഫംഗ്ഷനെ സൂചിപ്പിക്കാനാവും. സോ 3 വിധത്തിലാണ് ഒരു ഫംഗ്ഷനെ സാധാരണ നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. ഒന്ന്, അതിൻ്റെ ഫംഗ്ഷൻ്റെ ഫോർമുല എഴുതിയിട്ട് അതിൻ്റെ ഡൊമെയിനും റേഞ്ചും എന്താണെന്ന് പറയുന്നതാണ്. രണ്ടാമത്തത് ടാബുലർ ഫോമാണ്. മൂന്നാമത്തത് ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനാണ്. ഒരു ഫംഗ്ഷനെ y = f of x എന്ന ഫോമിൽ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ എക്സ് എന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും y എന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നുമാണ് അറിയപ്പെടുന്നത്. അതായത് ഇവിടെ എക്സ് വാല്യൂ മാറുന്നതിനനുസരിച്ച് y വാല്യൂ മാറുകയാണ് ചെയ്യുന്നത്. സോ എക്സ് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ആൻഡ് ഹിയർ എക്സ് റെപ്രസെൻറ്റ്സ് എ നമ്പർ ഇൻ ദ ഡൊമെയിൻ ഓഫ് എഫ് ആൻഡ് വൈ ദ യുണീക്ക് നമ്പർ ഇൻ ദ റേഞ്ച് ഓഫ് എഫ് അസോസിയേറ്റഡ് വിത്ത് എക്സ്. ഇനി സാധാരണ നമുക്ക് ഫങ്ഷൻസിനെ ഒരു മെഷീൻ പോലെ കൺസിഡർ ചെയ്യാവുന്നതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √x എന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്ന വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ആ എക്സിനെ നമ്മളൊരു പ്രത്യേക മെഷീനിലൂടെ കടത്തിവിടുന്നു. ആ മെഷീൻ ഇവിടെ റൂട്ട് എന്ന് പറയുന്ന മെഷീനാണ്. സ്ക്വയർ റൂട്ട് എന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ ഈ എലമെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്താണോ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ അതാണ് √(x) എന്ന് പറയുന്നത്. സോ ഈ റൂട്ട് എന്ന മെഷീനിലൂടെ നമ്മൾ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് കടത്തിവിടുന്നു. സോ ഫോർ എക്സാമ്പിൾ എനിക്ക് f(2) ആണ് വേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? (2) ആണ് ചെയ്യേണ്ടി വരും. സോ ഇതുപോലെ ഫംഗ്ഷനെ നമുക്ക് ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന പോലെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. സോ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം, f of x = √x. ഈ ഒരു ഫംഗ്ഷൻ ഈ തരത്തിൽ തന്നു കഴിഞ്ഞാൽ ഡൊമെയിനിലുള്ള ഏതൊരു എക്സ് എടുത്താലും അതിൻ്റെ f of x വാല്യൂ എന്താണെന്ന് നമുക്കിവിടെ കണ്ടുപിടിക്കാനാവും. f of 5 കാണണമെങ്കിൽ (5) ചെയ്താൽ മതി. f of 7 കാണണമെങ്കിൽ (7) ചെയ്താൽ മതി. സോ അത്തരത്തിൽ ഒരു ഫംഗ്ഷനെ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിനി പറയുന്നത്. For example, suppose we want to find f of -1 where f of x is given as x² plus 2x minus 1. So this is a function. ഡൊമെയിനും റേഞ്ചും ഒന്നും ഇവിടെ തന്നിട്ടില്ല. സാധാരണഗതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻസിൽ ഒരുവിധം എല്ലാം തന്നെ റിയൽ നമ്പേഴ്സ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓഫ് എ റിയൽ വേരിയബിൾ ആണ്. അതായത് ഡൊമെയിനും റേഞ്ചും എല്ലാം തന്നെ റിയൽ നമ്പേഴ്സ് വരുന്ന ഫോമിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻസ് ഉള്ളത്. സോ f of x ഇത്തരത്തിൽ തന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ മെഷീൻ എന്ന് പറയുന്നത് എക്സ് എന്ന ഒരു എലമെൻ്റ് എടുത്താൽ അതിന് ഏത് മെഷീനിലൂടെയാണ് കടത്തിവേണ്ടത്? ആദ്യം അതിനെ സ്ക്വയർ ചെയ്യുക, ദെൻ പ്ലസ് 2 ഇൻറ്റു ആൻഡ് ദാറ്റ് എലമെൻറ്റ് -1. ഈ കാണുന്ന ഒരു ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. എഫ് ഓഫ് സംതിങ്, സം നമ്പർ നിങ്ങൾ കാണണമെങ്കിൽ ആദ്യം നമ്പറിനെ സ്ക്വയർ എടുക്കണം, പ്ലസ് 2 ടൈംസ് ദാറ്റ് നമ്പർ -1. സോ വാട്ട് വിൽ ബി എഫ് ഓഫ് -1? ഇറ്റ് ഈസ് square of -1 plus 2 into -1 -1. This -1 is here. Okay, the answer is -2. f of pi ആണ് വേണ്ടെങ്കിൽ pi square plus 2 into pi -1. f of t ആണെങ്കിൽ t square plus 2t -1, where t is any real number. Okay, and f of x plus h ആണ് വേണ്ടെങ്കിൽ ഇവിടെ xന് പകരം ഇവിടെ എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, സോ നമ്മുടെ ഇക്വേഷൻ അത് ഫംഗ്ഷൻ്റെ വാല്യൂവിൽ x കാണുന്ന സ്ഥലത്തെല്ലാം തന്നെ x plus h ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ f of x plus h ആണ് വേണ്ടതെങ്കിൽ എക്സിന് പകരം നമ്മൾ x plus h എന്ന് ഇവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം. സോ ദാറ്റ് ഈസ് x plus h സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു x plus h -1. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് x plus h ഹോൾ സ്ക്വയർ ആണ്. സോ ഇറ്റ് ഈസ് x² plus 2xh plus x² എന്ന് എഴുതണം. ദെൻ 2x plus 2h -1 ഇവാലുവേറ്റ് ചെയ്ത് എഴുതാം. ഇനി f of 2x ആണ് വേണ്ടതെങ്കിൽ എക്സിന് പകരം 2x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് 2x സ്ക്വയർ plus 2 into 2x -1. Okay, so that is 4x square plus 4x -1. ഇത്തരത്തിലാണ് നമ്മളൊരു ഫംഗ്ഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്.
അടുത്തതായി ഒരു ഫംഗ്ഷൻ തന്നിരുന്നാൽ അതിൻ്റെ ഡൊമെയിൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, എ മാൻ വാണ്ട്സ് ടു എൻക്ലോസ് എ വെജിറ്റബിൾ ഗാർഡൻ ഇൻ ഹിസ് ബാക്ക്യാർഡ് വിത്ത് എ റെക്ടാങ്കുലർ ഫെൻസ്. If he has 100 feet of fencing with which to enclose his garden, find a function that gives the area of the garden in terms of its length. ഈ കാണുന്ന ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് വെജിറ്റബിൾ ഗാർഡൻ എന്ന് വിചാരിക്കാം. അതിൻ്റെ ലെങ്ത്താണ് എക്സ്, വിഡ്ത്താണ് വൈ. ഈ കാണുന്ന ഗാർഡന് ചുറ്റും ഒരു ഫെൻസിങ് കെട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫെൻസിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത് 100 feet ആണ്. സോ വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദ ഫെൻസിങ്? ദാറ്റ് വിൽ ബി ദ പെരിമീറ്റർ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. സോ ഇറ്റ് ഈസ് 2x plus 2y. x plus y plus x plus y, that is 2x plus 2y, and it's equal to 100. And the area of the rectangle is a equal to x into y. So here we have to express the area of the fencing in terms of the length x. നമ്മളിവിടെ ഏരിയ സൂചിപ്പിച്ചിരിക്കുന്നത് എക്സ് ഇൻറ്റു വൈ ഫോമിലാണ്. ലെങ്ത്തും ബ്രെഡ്ത്തും രണ്ടും കൂടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ബട്ട് വി ഹാവ് ടു എക്സ്പ്രസ് ദ ഏരിയ ഇൻ ടേംസ് ഓഫ് എക്സ് ഓൺലി. ലെങ്ത് എക്സ് ആണ്. എക്സ് മാത്രം ഉൾപ്പെടുന്ന ഒരു എക്സ്പ്രഷനായിട്ട് നമുക്ക് ഏരിയ കാണിക്കണം. സോ ഇറ്റ് ഈസ് ഈസി ടു എക്സ്പ്രസ് ഇറ്റ് ലൈക്ക് ദാറ്റ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന എക്സ്പ്രഷനിൽ നിന്ന് വൈ എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ ഇവിടെ ആക്ച്വലി 2 കോമൺ ഫാക്ടർ ആയതുകൊണ്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50 എന്ന് നമുക്ക് എഴുതാം. സോ വൈ എന്ന് പറയുന്നത് 50 മൈനസ് എക്സ് ആണ്. So we substitute y in here in the expression of area. So area equal to x into 50 minus x. That is x into minus x is minus x square. Then x into 50 is plus 50x. So now area equal to minus x square plus 50x. Now this is the function representing area in terms of the length x. Now what will be the domain of this function? നമുക്കറിയാം ഇവിടെ കൺസിഡർ ചെയ്യുന്ന വെജിറ്റബിൾ ഗാർഡൻ പ്രകാരം അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും പോസിറ്റീവ് ആയിരിക്കണം. സോ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് വാട്ട് ഈസ് ദ ബ്രെഡ്ത്ത് ഹിയർ? ഇറ്റ് ഈസ് 50 മൈനസ് എക്സ് ആൻഡ് 50 മൈനസ് എക്സ് ഷുഡ് ഓൾസോ ബി ഗ്രേറ്റർ ദാൻ 0. ഓർ വി മേ സേ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 50. കാരണം 50 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 മീൻസ് ദാറ്റ് 50 ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്. And here x is greater than 0. So reading in the reverse way, we have 0 less than x less than 50. So what will be the domain of this function? Here a equal to minus x square plus 50x, where x should lie between 0 and 50. So the domain is the open interval 0, 50. Corresponding to each element in open interval 0, 50, we can find the corresponding area of the garden. ഒരു ഫംഗ്ഷനെ സൂചിപ്പിക്കുന്ന ഫോർമുല തന്നതിന് ശേഷം അതിൻ്റെ ഡൊമെയിൻ കണ്ടുപിടിക്കാൻ നമ്മളോട് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അതിൻ്റെ ഡൊമെയിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്യാതെ, അതായത് ഫംഗ്ഷനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും മെൻഷൻ ചെയ്യാതെ അതിൻ്റെ ഫോർമുല മാത്രം തന്നിട്ട് ഡൊമെയിൻ കാണാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ, we have to find the domain of f in such a way that it is a set of all numbers for which f of x is a real number. അതായത് എഫ് എന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ റിയൽ വേരിയബിൾ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് എഫ് ഓഫ് എക്സ് ഒരു റിയൽ നമ്പർ ആൻഡ് ആൻസർ ലഭിക്കണമെങ്കിൽ ഡൊമെയിൻ എന്തായിരിക്കണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക. ഫോർ എക്സാമ്പിൾ, here we have to find the domain of each function. So we assume that the functions are both real valued function of a real variable. അതായത് ഡൊമെയിൻ റിയൽ ആയിരിക്കണം, നമുക്ക് കിട്ടുന്ന ആൻസർ റേഞ്ചിലുള്ള ആൻസേഴ്സും റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. സോ ഇവിടെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ആണ്. ഈ ലഭിച്ചിരിക്കുന്ന ഫോർമുലയുടെ വാല്യൂ ഒരു റിയൽ നമ്പർ ആവണമെങ്കിൽ ഡിനോമിനേറ്റർ 0 ആവാൻ കഴിയില്ല. കാരണം ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ ഡിനോമിനേറ്റർ 0 ആവുകയാണെങ്കിൽ എക്സിന് ഏതെല്ലാം വാല്യൂസ് ആണ് വരിക എന്ന് നമ്മൾ ആദ്യം നോക്കുന്നു. So x square minus x minus 2 can be factorized as x minus 2 into x plus 1, which is equal to 0 means that x equal to 2 or x equal to minus 1. So xന് minus 1 കൊടുത്താലും xന് 2 കൊടുത്താലും ഇവിടെയുള്ള ഡിനോമിനേറ്റർ 0 ആയിട്ട് മാറും. സോ ആ രണ്ട് വാല്യൂസ് നമുക്കിവിടെ എക്സിലെ ഡൊമെയിനിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നർത്ഥം.
ന്യൂമറേറ്ററിൽ 2x + 1 ആണ്. ദർ ഇസ് നോ പ്രോബ്ലം. എക്സിന് നിങ്ങൾ ഏത് വാല്യൂ എടുത്താലും 2x + 1 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇറ്റ് ഇസ് എ റിയൽ നമ്പർ ഓൾവേസ്. ഇഫ് എക്സ് ഇസ് എ റിയൽ നമ്പർ ദെൻ 2x + 1 ഓൾസോ ഇസ് എ റിയൽ നമ്പർ. പക്ഷേ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷനാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അവിടെ നമുക്ക് എക്സിന് -1 2 കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 0 ആയിട്ട് മാറും. സോ ഇവിടെ ഫംഗ്ഷൻ ഡിവിഷൻ ബൈ 0 ഫോമിലായിട്ട് മാറുന്നു. So we have to avoid that situation. That is, ഫംഗ്ഷൻ്റെ ഡൊമെയിനിൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് നമുക്ക് -1 2 എക്സ്ക്ലൂഡ് ചെയ്യണം എന്നർത്ഥം. സോ നമ്മൾ നമ്പർ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ -1 2 ഉണ്ടെന്ന് വിചാരിക്കാം. ഈ രണ്ട് വാല്യൂസ് മാത്രം നമുക്ക് ഒഴിവാക്കണം. മറ്റ് റിയൽ നമ്പറിലുള്ള മറ്റെല്ലാ വാല്യൂസും ഡൊമെയിനിൽ ഉൾപ്പെടുത്തുകയും വേണം. സോ വാട്ട് വിൽ ബി ദ ഡൊമെയിൻ? -∞ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ -1 വരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. -1 ഉൾപ്പെടുത്താൻ പാടില്ല. സോ നമ്മൾ ഇവിടെ വീണ്ടും ഓപ്പൺ ഇൻ്റർവെൽ ആയിട്ടിരുന്നു. ഓപ്പൺ ഇൻ്റർവെൽ ഇട്ടാൽ അതിൻ്റെ മീനിങ് ആ കാണുന്ന പോയിന്റ് അതിൽ ഉൾപ്പെടുന്നില്ല എന്നാണ്. -∞ -1 എന്ന ഓപ്പൺ ഇൻ്റർവെൽ കൺസിഡർ ചെയ്താൽ അതിൽ -1 എന്ന എലമെൻറ്റ് ഇല്ല. -∞ മുതൽ -1 വരെയുള്ള എല്ലാ എലമെൻസും ആ ഓപ്പൺ ഇൻ്റർവെലും ഉണ്ട്. ഇനി അടുത്ത ഇൻ്റർവെൽ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കേണ്ടി വരും? -1 മുതൽ 2 വരെയുള്ള ഓപ്പൺ ഇൻ്റർവെൽ, അതിൽ -1 ഇല്ല 2 ഇല്ല. അടുത്ത ഇൻ്റർവെൽ നമ്മൾ എടുക്കുന്നത് 2 to ∞ എന്ന ഓപ്പൺ ഇൻ്റർവെൽ. സോ ഡൊമെയിനായിട്ട് നമ്മൾ പറയേണ്ടി വരിക -∞ -1 എന്ന ഓപ്പൺ ഇൻ്റർവെൽ യൂണിയൻ -1 to യൂണിയൻ to ∞. So this is the domain of the first function. Now what will be the domain of the second function? Here f of x equal to x plus root of x plus 1 divided by 2x minus 1. ഇവിടെ രണ്ട് സ്ഥലത്ത് നമുക്ക് പ്രശ്നം വരുന്നത് ഡിനോമിനേറ്റർ വന്നതുകൊണ്ട് ഡിനോമിനേറ്ററിൽ 0 ആവാൻ പാടില്ല എന്ന് നമ്മൾ ഓർക്കണം. ന്യൂമറേറ്ററിൽ സ്ക്വയർ റൂട്ട് വന്നിട്ടുള്ളത് കൊണ്ട് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ 0 മുതലുള്ള പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് കൊടുത്താൽ മാത്രമേ സ്ക്വയർ റൂട്ട് ഇവിടെ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. റൂട്ട് ഓഫ് നെഗറ്റീവ് സംതിങ് വരാൻ പാടില്ല. സോ റൂട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ നെഗറ്റീവ് വരാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആവാനും പാടില്ല. ആ രണ്ട് കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. So we start by looking at the numerator of f of x. Because the expression under the radical sign must be non-negative, we see that x plus 1 is greater than or equal to 0. Square root in ഉള്ളിലുള്ള ഈ ക്വാണ്ടിറ്റി greater than or equal to 0 ആയിരിക്കണം. That is, x is greater than or equal to -1. So this is the first condition. ഡൊമെയിനിലുള്ള ഏത് x എടുത്താലും അത് -1 കൂടുതലോ -1 ഈക്വലോ ആവാനേ പറ്റുള്ളൂ. ഇനി ഡിനോമിനേറ്റർ 0 ആവാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0? ദെൻ 2x - 1 ഈക്വൽ ടു 0, ദാറ്റ് ഇസ് x ഈക്വൽ ടു 1/2. സോ ഇവിടെ x 1/2 ആവാൻ പാടില്ല. സോ x നോട്ട് ഈക്വൽ ടു 1/2. സോ x -1 കൂടുതലായിരിക്കണം, x 1/2 ആവാൻ പാടില്ല. സോ നമ്മൾ എഗെയിൻ നമ്പർ ലൈന് വരച്ച് നോക്കുന്നു. നമ്പർ ലൈനിൽ സോ ദിസ് ഇസ് -1 ആൻഡ് സംവെയർ ദിസ് ഇസ് 1/2. 1/2 എന്ന പോയിന്റ് വരാൻ പാടില്ല. -1 മുമ്പുള്ള ഈ എലമെൻസും വരാൻ പാടില്ല. ഓക്കെ, സോ നമ്മൾ ഏത് എലമെൻറ്റ് തൊട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും? -1 ഇൻക്ലൂഡ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ആവാം നമുക്ക്. അതുകൊണ്ട് -1 ഇൻക്ലൂഡ് ചെയ്യുന്ന വിധത്തിൽ നമ്മളിവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ വരയ്ക്കുന്നു. സോ -1 മുതൽ 1/2 വരെയുള്ള എല്ലാ വാല്യൂസും നമുക്ക് പോസിബിളാണ്. സോ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ഓപ്പൺ 1/2. ഓക്കെ, യൂണിയൻ 1/2 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് പോസിബിളാണ്. സോ യൂണിയൻ ഓപ്പൺ ഇൻ്റർവെൽ ടു ∞. സോ ദിസ് ഈസ് ദ ഡൊമെയിൻ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ -1 മുമ്പുള്ള വാല്യൂസ് ഒക്കെ ഒഴിവാക്കണം. കാരണം x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ആയാൽ മാത്രമേ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് വാല്യൂ കിട്ടുള്ളൂ. സോ -1 മുതൽ നമ്മൾ കൺസിഡർ ചെയ്തു. ഡിനോമിനേറ്ററിൽ 1/2 വരാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ ഡിനോമിനേറ്റർ 0 ആയി മാറും. 1/2 ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വെച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. 1/2 എന്ന പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ ഹിയർ ഇറ്റ് ഇസ് നോട്ട് 2, ഇറ്റ് ഇസ് 1/2. ഓക്കെ, സോ -1 ക്ലോസ്ഡ് ഓപ്പൺ -1 1/2 എന്ന ഇൻ്റർവെൽ യൂണിയൻ 1/2 ∞. സോ ദിസ് ഇസ് ദ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ f of x. We will do the exercise problems related to this section in the next Google Meet class.